ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. യെല്ലോ കളർ ഹെയർ ബാൻഡും അതുപോലെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് വീതിയുള്ളത്. പോളൻസ് 2 എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറ്. പിന്നെ വൈറ്റ് ഫോം ഫ്ലവർ, കുറച്ച് വലിപ്പമുള്ളൊരു ഫോം ഫ്ലവറും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റിബണിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ അരികെ നമുക്ക് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ. രണ്ടരികും ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം. നമുക്കിതുപോലെ രണ്ടരികും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഇതാ കുറച്ച് ഒരു റിബണിൻ്റെ ഒരറ്റത്തിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ അരികുകളൊക്കെ ഒപ്പം പിടിക്കുക കേട്ടോ. രണ്ടരികും ഒരുപാട് കയറിപ്പോണ്ട, കുറച്ച്. എന്നിട്ട് ഇതുപോലെ ലൈറ്റർ എടുത്തിട്ടൊന്ന് ഉരുക്കി ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായിട്ടിരിക്കും. അടുത്ത ഭാഗവും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ലൈറ്റർ കാണിക്കുക, പെട്ടെന്ന് തന്നെ വിരൽ കൊണ്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിക്കോളും. ഇനി സെൻറ്ററിൽ റിബൺ താത്തി പിടിച്ചിട്ട് ആ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലൈറ്റർ കാണിച്ചിട്ട് പെട്ടെന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്കൊരു റൗണ്ട് കിട്ടും. അതുപോലത്തെ 2 എടുക്കുക കേട്ടോ. 2 എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒട്ടിച്ചിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇതാ ഈ സെൻറ്ററിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അത് സൈഡിൽ വരരുത്, സൈഡിൽ വന്നാൽ വൃത്തികേടാണ്. ആ നടുക്ക് തന്നെ വരുന്ന രീതിക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് ബാക്ക് വശത്ത് വരുത്തുക, ഒട്ടിക്കുന്ന ഭാഗം അടിഭാഗത്ത് വരുത്തുക. ഇനി നമുക്ക് ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ സാധാരണ ബോയ്ക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ കോർത്ത് ചുരുക്കി എടുക്കത്തില്ലേ, അതുപോലെ കേട്ടോ. ഇതുപോലെ എന്നിട്ട് വലിച്ചെടുക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ച് നൂലൊന്നും കുടുങ്ങാതെ വലിച്ചെടുക്കാം. അടുത്തതും അതുപോലെ തന്നെ എടുത്തു. ഒട്ടിച്ച ഭാഗം സെൻറ്ററിലേക്കാക്കി ഫോൾഡ് ചെയ്തു. ഇതുപോലെ ഇതിനോട് ചേർത്ത് വെച്ച് തുന്നുകയാണ് വേണ്ടിയത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വിരലൊന്ന് അടയാളം വെച്ചാൽ കറക്റ്റ് ആ സെൻറ്റർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് മറ്റേതിനോട് കൂട്ടിച്ചേർത്ത് തുന്നി വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാകും, രണ്ടും ചേർത്ത് വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് ഇതിലൊക്കെ ഒന്ന് നേരെയാക്കിയതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ ചുറ്റി കെട്ടിട്ടെടുക്കുക. ബോ കെട്ടിടുന്ന പോലെ ചുറ്റി കെട്ടിട്ടെടുക്കുക. ഇതുപോലെ കണ്ട, നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റി 2-3 ചുറ്റൊക്കെ ഇട്ടിട്ട് പുറകുവശത്ത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക, പുറകുവശത്ത് കൊണ്ടുവന്നിട്ട് കെട്ടിടുക. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായില്ലേ? സംഭവം മനസ്സിലായിട്ടില്ലല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു 2-3 തുന്നലിടാനല്ലേ, കെട്ടിടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം അഴിഞ്ഞു പോകും പെട്ടെന്ന്. ഇനി നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റി എല്ലാം ഒന്ന് നേരെയാക്കി പിടിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അലങ്കാരപ്പണി ചെയ്യാം. നമുക്ക് അലങ്കാരപ്പണി നമ്മൾ സ്ഥിരം പറയാറില്ലേ. നമ്മുടെ പോളൻസ് എടുത്തു. എന്നിട്ട് ഇത് കുറച്ചൊന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ കമ്പി നമുക്ക് ആവശ്യമില്ല, ചെറിയ നീളത്തിൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 2 നമ്മൾ കട്ട് ചെയ്തു. അതിൻ്റെ കൂടുതൽ ഫോം ഫ്ലവറും വേണം. ഇനി ഇതുപോലെ ബോയ് എടുത്തിട്ട് ബോയുടെ ഒരു സൈഡിൽ 2 വരുന്നതിൻ്റെ സെൻറ്റർ ചേർന്നിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഗൺ എടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ പോളൻസിനെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അടുത്ത വശത്തും അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തു ശേഷം നമുക്ക് പോളൻസ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. പശ തേച്ചാൽ ഉടനെ തന്നെ ഒട്ടിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നിൽക്കുകയില്ല, വേഗം പഴഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി സെൻറ്ററിൽ പോളൻസിൻ്റെ 2ൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇതുപോലെ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പോളൻസ് അതെടുത്തു അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇതേപോലെ അങ്ങ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടിയത് ഈ ഹെയർ ബാൻഡ്. നമ്മളിപ്പോൾ യെല്ലോ കളറാണ് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതേ കളറിൽ ഹെയർ ബാൻഡ് തന്നെ എടുത്തിരിക്കുകയാണ്. സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇപ്പോൾ എല്ലാം സൈഡിലാണല്ലോ. എന്നിട്ട് ആ ഫ്ലവർ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഈ പൊസിഷൻ കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ നോക്കി ചെയ്യുക കേട്ടോ. അതുപോലെ നന്നായിട്ട് വിരലൊക്കെ വെച്ച് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ളത് അടിയിൽ വെക്കാനായിട്ട് നമ്മൾ ഈ സാറ്റിൻ റിബണിൻ്റെ തന്നെ ഒരു റൗണ്ടിൽ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ വിരൽ വെച്ച് പ്രസ് ചെയ്ത് നന്നായിട്ട് അവിടെ ചേർത്ത് ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള അരികിലും കൂടെ അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒട്ടിക്കുക 2 സൈഡിലും കേട്ടോ.
ഒരു സൈഡ് ഒട്ടിച്ചു, അപ്പുറ സൈഡ് ഒട്ടിച്ചു. ഇത് ഫുള്ളായിട്ട് അങ്ങനെ വിരൽ വെച്ചിട്ട് 2 വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടില്ലേ? അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.